നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാക്കാണ്. എൻ്റെ മുഖത്ത് മുഴുവനും ടാനാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ജോലിക്ക് വന്നു തുടങ്ങിയതിന് ശേഷം വീഡിയോ ഇടാൻ ശരിക്കും പറഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിലും അതിൻ്റേതായ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണും. എൻ്റെ വീഡിയോ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആൾക്കാരാണെന്ന് വെച്ചാൽ മനസ്സിലാവും. ഞാൻ സ്കിന്നിൽ ഇപ്പം അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ഒരു ഇത് എനിക്ക് മുഖത്ത് കാണാൻ തുടങ്ങി. ടാന് നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഓയിൽ മസാജ് ചെയ്യാത്തതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും. എൻ്റെ സ്കിന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുത്തതായിരുന്നു നല്ലപോലെ. ഇപ്പോൾ പിന്നെയും സ്കിന്നിൽ ആ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് മാറ്റിയെടുക്കണം. ഇനി ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ് ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു യൂസിൽ നമുക്ക് ടാന് പൂർണ്ണമായി മാറ്റാൻ പറ്റും. പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ആ വെയിലേറ്റതിൻ്റേതായ ആ ഒരു കറുത്ത കുത്തുകളും സ്കിന്ന് ശ്രദ്ധിക്കാത്തതിൻ്റേതായ ഓരോ കാര്യങ്ങളും എൻ്റെ മുഖത്ത് ഇപ്പം ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റാൻ സഹായിക്കും. പിഗ്മെൻറ്റേഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ. ഇത് ഒരാഴ്ച നിങ്ങൾ 7 ഡേയ്സ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും. മുഖം നല്ലപോലെ വെളുക്കും. അതുപോലെ തന്നെ ടാനും മാറിക്കിട്ടും. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ സഹായിക്കും. വന്നിട്ടില്ലച്ചാൽ വരാതിരിക്കാൻ നിങ്ങളെ നല്ലപോലെ സഹായിക്കണം. നല്ലൊരു പാക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്. എൻ്റെ പേര് ദീപ. എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും നിങ്ങളെന്ന് വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം ആവശ്യം ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത്ര പോകുന്നൊരു ഉരുളക്കിഴങ്ങ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പാക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഇത് അരച്ചെടുക്കുക, നല്ലപോലെ അരച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജ്യൂസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തൊലി കളയാതെ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പാലോ തൈരോ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടു. പാലാണ് ഒഴിച്ചിരിക്കുന്നത്, പച്ചപ്പാൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും പാലും കൂടി നല്ലപോലെ അരച്ചെടുത്തു. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. ഇതാണ് നമുക്ക് വേണ്ട സാധനം. നമ്മുടെ മുൾത്താനി മിട്ടിയാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തെ ടാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ മാറ്റാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറി മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ്. പാലും അതുപോലെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്തുന്ന സാധനം ഇതാ മുൾത്താനി മിട്ടി. ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇതിൽ മിക്സ് ചെയ്യുക നമ്മളിത്. ഇപ്പോൾ ഇതാ 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതുമായിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കുക. മുൾത്താനി മിട്ടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും സഹായിക്കുന്നതാണ്. സ്കിൻ ടൈറ്റ് ആവാനും സഹായിക്കുന്നതാണ്. പിന്നെ എന്താ, ഇത് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാച്ചാത്ത പാലിട്ടത്. ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ടു ഇതിൽ പാൽ വെച്ചിട്ട് ചെയ്ത മാതിരി പച്ചപ്പാലിൽ നിങ്ങളിത് മിക്സ് ചെയ്യുക. പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി ചേർത്താൽ മതി. ഡ്രൈ സ്കിന്നുകാർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വല്ലാതെ ഡ്രൈ ആണ്, ഒട്ടും പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നിങ്ങളുടെ കയ്യിൽ സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത് വെച്ചാൽ അത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് തേക്കുക. ഇത് നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. പാടുകളൊക്കെ മാറി മുഖം നല്ലപോലെ എന്നും തിളക്കത്തോടു കൂടി ഇരിക്കാൻ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരാഴ്ച 7 ഡേയ്സൊക്കെ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം 1.5 ഇടം വെച്ചിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് അത്ര നല്ല അടിപൊളിയാണ്. ഇതെങ്ങനെ ഞാൻ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. ഉരുളക്കിഴങ്ങും പാലും പിന്നെ മുൾത്താനി മിട്ടി പറഞ്ഞാൽ ഒരു മണ്ണാണ്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ സ്കിന്നിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇത് ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാച്ചാത്ത പാലാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓയിലി സ്കിന്നുകാർ പാൽ ഉപയോഗിക്കണ്ട. നിങ്ങൾക്ക് വെറുതെ അത് അരച്ചെടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ അരച്ച റോസ് വാട്ടറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ റോസ് വാട്ടറിൽ അരച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് മുൾത്താനി മിട്ടി ചേർക്കാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിൽ നല്ലൊരു മസാജ് കൊടുക്കണം. അപ്പോൾ ആദ്യം മുഖത്ത് മുഴുവനും നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് കയ്യിൽ ഇത്തിരി എടുത്ത് 2 കയ്യിലും കൂടി ആക്കി മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഇത് അരച്ച് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമ്മൾ നല്ലപോലെ ഈ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കിട്ടും. ആ ഗ്രേറ്റ് ചെയ്ത സ്റ്റാർച്ചും അതിൻ്റെ ജ്യൂസും ഒക്കെ കൂടി, സ്റ്റാർച്ച് തന്നെയല്ല കേട്ടോ, എല്ലാം കൂടി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ മുൾത്താനി മിട്ടി മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്റ്റാർച്ച് നമ്മുടെ സ്കിന്നിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഈ മുഖത്തുണ്ടാവുന്ന കരിമങ്കല്ല് മാറാൻ നല്ലപോലെ സഹായിക്കും. സ്റ്റാർച്ച് വെച്ച് ഞാനൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് എന്നെ ഒരുപാട് സഹായിച്ചതാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാൻ ഒത്തിരി സഹായിച്ചതാണ്. എനിക്കത് ഉണ്ടാക്കി വയ്ക്കണം. അപ്പോൾ രാത്രി നമ്മളത് ഉപയോഗിക്കണമെന്നുണ്ട് വെച്ചാൽ ടാന് പൂർണ്ണമായും മാറാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് എന്നും നല്ലൊരു തിളക്കം ഉണ്ടാവും. നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം മുഖത്തത് നല്ലപോലെ കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക. കണ്ണിനടിയിലൊക്കെ തേച്ചോ. നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രേ വയ്ക്കേണ്ടുള്ളൂ. കൂടുതൽ അങ്ങോട്ട് ഡ്രൈ ആയി അങ്ങോട്ട് ഇതാവരുത് കണ്ണിനടിയിലിടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ണിനടിയിലിടുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഡ്രൈ ആക്കരുത്. ഇത്തിരി കട്ടിക്ക് തന്നെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത് നല്ലപോലെ അങ്ങോട്ട് ഉണങ്ങണതിന് മുമ്പ് നമുക്കത് കഴുകിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് മുഖത്ത് മുഴുവൻ തേച്ച് കൊടുത്തു. എനിക്കിവിടെയാണ് പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ഇത്തിരി കട്ടിക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മുഖത്തത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി തുടങ്ങി. ഈ സമയത്ത് കഴുകിക്കളയാം. ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് മുഖം കഴുകിയിട്ട് വന്നു. ആ ടാനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കിട്ടി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.